ഷോപ്പിലാ ഉള്ളത്? ഞാന് ഷോപ്പില്. ഞാനേ ഒരു കാര്യം പറയാം. നീ ഉം. രാത്രി നേരത്തെ ഷോപ്പ് അടച്ചിട്ട് എന്റെ ഇളയമാന്റെ വീടില്ലേ, ആ വീട്ടിൽ കല്യാണല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അത് കറക്റ്റ് വഴി. അവിടെ വരണം. ആ ആ വഴിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ആ പിന്നെ ഒരു കാര്യം, ആ ആരും കാണാണ്ട് വേണം വരാൻ. വീടിന്റെ മുന്നിലേക്കൂടി വരണ്ട. അപ്പൊ ഞാന് കല്യാണ വീട്ടിലേക്കല്ലേ വരേണ്ടത്? വീട്ടിൽ തന്നെ, ആ പക്ഷെ വീടിന്റെ ബാക്കിലേക്കൂടി വന്നു മതി നീ. വീടിന്റെ ബാക്കിലോട്ടല്ല, അവിടെ വന്നിട്ട് അപ്പൊ കണ്ടുപിടിക്കണ്ടേ? നീ അവിടെ നിന്നാ മതി, ഞാൻ സമയം പറഞ്ഞുതരാം. ആ ഒരേ ആ അധികം ലേറ്റ് ആക്കണ്ട. ഇല്ല. അധികം ലേറ്റ് ആയാല് ആ ആളെല്ലാം പോയി തുറങ്ങുമ്പില്ലേ, പിന്നെ ആ നമുക്ക് ആ സമയം കിട്ടില്ല. ആ ആ അപ്പൊ കുറച്ച് ഒരു 8 മണിയാകുമ്പോ വന്നു. 8 മണിയാകുമ്പോ അവിടെ എത്തണം അല്ലേ? നീ ഷോപ്പ് അടിച്ച് എന്റെ ആടെ വന്നാ മതി. ആ അപ്പൊ ഞാൻ ആടെ ഉണ്ടാവും. ആ നമ്മക്ക് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. ഇന്ന് കഴിയും അതിനല്ലോ? അതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആന്നാ? കൊറേ ദിവസമായില്ലേ അതിനെ കണ്ടിട്ട്. കൊറേ ദിവസമായി. ഞാനും അതാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. നീ പിന്നെ കല്യാണം എന്ന് പറഞ്ഞോണ്ടാ ഞാനൊന്നും മിണ്ടാതെ. അപ്പൊ എന്റെ ഇക്കാന്റെയും വേറെ ആരെ മുന്നിലും പൊട്ടേക്കത്. ഇല്ല ഇല്ല, അതിന് അയാൾക്ക് എന്നെ അറിയില്ലല്ലോ. എന്തിനാന്ന് അന്നേരം പിന്നെ എനക്ക് ഞാന് അകത്ത് അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നോളൂ. അപ്പൊ അന്വേഷിക്കൂല. അതല്ലേ? ഇല്ല, പറഞ്ഞോ. വരാണ്ടിക്കറേ, ഞാൻ കാത്തു നിക്കൂ. ഞാൻ വരാണ്ടിരിക്കാനാ? കിട്ടിയ ചാൻസ് ആണ്, കളയാൻ പറ്റൂല. ഇല്ല, കളയൂല. പിന്നെ എന്നിട്ട് അവിടെ എങ്ങോട്ടാ പോവാ? അതെല്ലാം നീ വന്നിട്ട് അവിടുന്ന് ശരിയാക്കാം. പിന്നെ ഞാന് 8 മണിക്ക് വരാൻ പറഞ്ഞത് ആളും ബഹളെല്ലാം ആവുമ്പോ നീ ആരും അങ്ങനെ ശ്രദ്ധിക്കൂല. ലേറ്റ് ആയി കഴിയുമ്പോ പിന്നെ എല്ലാരും അന്വേഷിക്കാൻ തുടങ്ങും. അന്യം പിന്നെ പുറത്തേക്കൊന്നും അയക്കൂല. അതെ അതെ, ആൾക്കാരുണ്ടാകുമ്പോ അങ്ങനെ ആരും ഒരാളെ ശ്രദ്ധിക്കൂലല്ലോ. നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഭക്ഷണം കഴിക്കണം. അതെല്ലാം ഞാൻ തരും. നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ? അതിന് മുന്നേ ഭക്ഷണമൊന്നും വേണ്ട കേട്ടാ. അതെനിക്കറിയാം. ആദ്യം വേണ്ടുന്നത് ആദ്യം തരുക. എനിക്ക് കളിക്കാനൊന്നും പറ്റൂലെന്ന് എനിക്കറിയാം. ഭക്ഷണം കഴിച്ചാലല്ലേ? അപ്പൊ ഞാൻ നല്ല സെറ്റപ്പിലാന്ന് വരുന്നത് കേട്ടാ. ഈ കല്യാണത്തിന് വരുന്നത് പോലെ തന്നെ വന്നാ മതി. കല്യാണത്തിന് വരുന്ന പോലെ തന്നെയാന്ന് വരിക. പക്ഷെ കുറെ ദിവസമായിട്ടുള്ള പട്ടിണിയാണ്. അപ്പൊ അതിന്റെ ഒരു ആവേശം ആക്രാന്തം ഉണ്ടാവും കേട്ടോ. പിന്നെ എല്ലാം മറ്റേ പണ്ടത്തെ പോലെ എല്ലാം ഇതാക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കല്യാണമാണ്, അങ്ങനെ കളിക്കാനൊന്നും പറ്റില്ലേ. കൊഴപ്പില്ല, കാര്യം നടക്കുമല്ലോ. അല്ലാണ്ട് നമ്മള് ഒറ്റക്ക് കളിക്കും പോലെ വേണ്ട. ഇല്ല, അത് പറ്റൂല. ഞാന് അന്നേ നിന്നോട് പറഞ്ഞിട്ട് തന്നെ കളിക്കാൻ പറ്റിയൊരു സമയല്ലേ. പിന്നെ ഇപ്പൊ ഒന്നും കിട്ടിയെന്ന് വരില്ല. അത്രക്ക് ടൈറ്റാണോ? പിന്നെ അവിടെ അന്നേരം നിന്റെ ഉമ്മ എല്ലാരും ഉണ്ടാവൂലേ? അകത്തല്ലേ ഉണ്ടാവുക. പെണ്ണിന്റെ കല്യാണമായോണ്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അവരൊന്നും അങ്ങനെ പുറത്തേക്ക് വരില്ല. എനിക്കിപ്പോ ആ സ്ഥലത്തിനെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ലാതെ അറിയാതെ കൊണ്ട് നീ പറയും പോലെ കേട്ട് അവിടെ വന്ന് നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. മുന്നിലൂടെ വരണ്ട. മുന്നിലൂടെ വരൂല. ഒരു കാര്യം ചെയ്യ, എനിക്ക് അതിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുവാ. അതെല്ലാം ഞാൻ അയച്ചുതരാം. അതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ വിളിക്കുന്നത്. പിന്നെ രാത്രിയാണ് അവിടെ എത്താനേ. അവിടെ പറക്ക് വശത്ത് ഒരു
ഉം, ഇങ്ങനെ ഒരു നമ്മള് ഇത് വിറകല്ലിടാനാക്കിയതാണ്, പക്ഷെ വിറകൊന്നും ഇല്ല അതിനുള്ളിൽ. ഉം, ഏഹ് ഉം, നല്ല നല്ല ഒരു ഇതാണ്, റൂമാണ്. ഉം, അതിനുള്ളില് ഉം. കേറിയാ മതി. വിറക് പുരക്കകത്താണോ കയറണ്ടേ? ആ. ഉം. ഉം. വല്ല പ- വിറകൊന്നും ഇല്ല, അതുകൊണ്ട് ഉം. നല്ല സൗകര്യ. വല്ല പാമ്പോ മരപ്പട്ടിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ? അതൊന്നും ഉണ്ടാവൂല, നല്ല വാർത്ത ഇതാണ്. വാർത്തയാണ്. സെറ്റപ്പായ വിറക് പുരയാ? ആ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്ഥലം വിറക് പുരയാന്ന് മനസ്സിലായി. ഉം. ഉം. അല്ല, കല്യാണത്തിന് വന്ന ഞാൻ അതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോ കരിയൊക്കെ പിടിച്ച്, അതുകൊണ്ട് അതിലൂടെയാണ് എനിക്ക്, അതോട് കൂടിയിട്ടാണ് കല്യാണത്തിന് കയറണ്ടേ. അതൊന്നും ഇല്ല അതിന്റെ ഉള്ളില്. ഉം. അങ്ങനെയുള്ള ഇത് ഇതൊന്നുമല്ല, സ്ഥലമൊന്നുമല്ല. അങ്ങനെയാണ് പിന്നെ നിന്നെയാണ് ഞാൻ വിളിക്കുക. എനിക്ക് ഭക്ഷണമൊന്നും നിർബന്ധമില്ല. എനിക്ക് നിന്നെ ഇങ്ങ് കിട്ടിയാ മതി, ഭക്ഷണമൊന്നും നിർബന്ധമില്ല. അല്ലേ, ഇത് കളിച്ചതിന്റെ ക്ഷീണം മാറ്റണ്ടേ, അതിനുള്ള ഭക്ഷണം ഞാൻ തരും. അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാതിരുന്നാ മതി. അതാണ്. അതാണ് സത്യം. ഞാനറിയില്ല, ഞാന് ഇത് അന്വേഷിക്കല്ലോ കുറച്ച് 1 മണിക്കൂർ. അന്വേഷിക്കൊന്നുമില്ല. ടൈം വെച്ചിട്ട് ചെയ്യണല്ലോ, ടൈമർ വെക്കാം. അതാണ് നല്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ഇതുപോലത്തെ വേറെ പാർട്ടികൾ അതിനകത്തേക്ക് കയറി വരൂലല്ലോ? പുറത്തൊന്നല്ല, അവിടെ നിന്ന് തന്നെ വേറെ ആരെങ്കിലും ഇതുപോലെ ആരെങ്കിലും കൂട്ടിയിട്ട് അതിനകത്ത് വന്നാളിയോന്നാന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും പറയുണ്ടാവില്ല, നമ്മളെ ഉണ്ടാവും. നമ്മളെ മാത്രമൊന്നുമല്ല, അതൊക്കെ നമ്മളെ കാണത്തുള്ളൂ, വേറെ ആര് അല്ലേ? അങ്ങനെയൊന്നുമല്ല. ഇതില്ലേ, അതില്ലേന്നല്ല, നമുക്ക് ഉള്ളൊരു അതറിയില്ല, നമുക്കാണല്ലോ ഇപ്പൊ കൂടുതൽ ഇതൊക്കെ. ഞാൻ പറഞ്ഞ ചെയ്താ മതി. ഇപ്പൊ നീ പറഞ്ഞതേ ചെയ്യുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഞാൻ പറയുന്നതും കൂടി നീ അങ്ങ് ചെയ്താൽ മതി. ഞാൻ വന്ന സമയത്ത് ആ സ്ഥലത്തും വരും. വീട്ടില് പിന്നെ എന്റെ സ്വഭാവം ഇതൊന്നായിരിക്കൂലേ? അയ്യോ, അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ വരാതിരുന്നിട്ടുണ്ടോ? അതും താൻ വിളിച്ചാല് ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ഏതാണ്ട് എന്റെ രൂപമൊക്കെ കണ്ടു ഞാൻ നീ മനസ്സിലാക്കണം കേട്ടോ. ദൂരെ ഇരുട്ടത്തായാലും കുറച്ച് വിളിച്ചുണ്ടാവില്ലേ, കല്യാണ വീടല്ലേ? അതെ, അല്ല എന്നാലും ഞാൻ ആരെയും പരിചയം പരിയെ കളിക്കുമ്പോ ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചാലോ, അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാണ്ട് കളിക്കുമ്പോ. ആടാ ഇങ്ങനെ കിടന്ന് അത് ബാക്കിൽ ഒരു ഗേറ്റിന്റെ ചെറുത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടതേ, അതിലൂടെ കയറിയാൽ മതി. അവിടെ എത്തുമ്പോ അതൊക്കെ മനസ്സിലാവുമായിരിക്കും അല്ലേ? അതൊക്കെ മനസ്സിലാവും. പിന്നെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ലല്ലോ അവിടെയൊന്നും? എന്നെ പരിചയമുള്ള ആളുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല, അന്നേരം എടാ ഇതെന്താ നീ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ആ പരിചയം ആരാ വിളിക്കാന്നൊക്കെ ചോദിച്ചാലേ അതാരെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഇയാൾ വിളിച്ചിട്ടാണ്. അല്ല, നിന്റെ കെട്ടിയവന്റെ പേര് പറയും ലാസ്റ്റ് പണിയാവും. പണിയൊന്നും ആവില്ല, അങ്ങനെയൊന്നും പറയില്ല. ഇല്ല, ഞാൻ പറയാം, നമ്മള് അന്നേയും കൂടി പേടിപ്പിക്കുന്ന എല്ലാം നമ്മള് കരുതി വെക്കണ്ടേ. അതുകൊണ്ടാണ് അവിടെ എത്തിയിട്ട് നമ്മള് ബബ്ബടിച്ചിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. നീ ആടെ എത്തുമ്പോ ഞാൻ ആടെ ഉണ്ടാവും പറഞ്ഞില്ലേ? പിന്നെ ഞാൻ വരുന്നത്. പിന്നെ ആരും കാണുന്നില്ല. വിറക് വരെ ആയാലും അടിയിലൊന്നും വേണ്ട കേട്ടോ, സമയം എടുക്കും. ഒരു കല്യാണത്തിന് അതൊന്നും ഇല്ലാണ്ടാവുമ്പോ കുഴപ്പമില്ല, അതും ശരിയാണല്ലോ. ഇത് പറയുമ്പോൾ വീടല്ലല്ലോ അല്ലേ, കല്യാണ വീടല്ലേ? അത് കുഴപ്പമില്ല, അതിന്റെ ഒരു സമയം നമുക്ക് കൂട്ടിയെടുക്കാം. എന്തായാലും അടിപൊളിയാക്കാം നമുക്കിന്ന്. ഓക്കെ, അടി പൊളിയാവോന്നറിയില്ല, അത് ഞാൻ പൊളിച്ചോളൂ, നീ പൊടിക്കണ്ട. അപ്പൊ പിന്നെ എന്നാ ശരി, രാത്രി കാണാം. രാത്രി.